ആരാ അറുത്തോ അറുത്തിയിലെ ചത്തോ ചത്തിയിലെ കോഴിക്കോട് കിട്ടിയാൽ മതി. എത്ര കിലോ കോഴിക്കോട്ട് തൂക്കി വാങ്ങിയാൽ മതി. അറുത്തോ അറുത്തിയിലെ ആരാ ചോദിക്കല്, ആരാ നോക്കല്? പെട്ടിയിൽ ചാകണ കോഴി വരലുണ്ടോ? ഇല്ല ഞങ്ങൾ പറഞ്ഞു എന്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. 4-4.5 മണിക്ക് വണ്ടി ഓടിച്ച് പോയാൽ മതി. വെട്ടി ഇറക്കുന്നിടത്ത് 5 മിനിറ്റ് അവിടെ നിൽക്കുക. ഹർക്കത്തില്ലാത്ത കോഴികളെ കാണാം. തോന്നുന്നില്ല 4-5 എന്തിനേയും 4-5 വെറുതെ ഇട്ടേക്കുന്നത്. അതും മറ്റേ നോക്കുമ്പോ ഒരേ കോഴി തന്നെയല്ലേ? ഇത് വ്യത്യാസമുണ്ടോ? ഒന്ന് ഉറങ്ങി മറ്റേ ഉണർന്നു എന്നല്ലേ ഉള്ളൂ. അതിനുണ്ട് ഊര, ഇതിനുണ്ട് കാല്, അതിനുണ്ട് തല, ഇതിനുണ്ട് തല. വ്യത്യാസമുണ്ട്. ഒന്ന് ഹയാത്തോടെ അറുത്തു, ഒന്ന് ഉറങ്ങിയപ്പോ അറുത്തു, അത്രയല്ലേ ഉള്ളൂ. തിന്നല് ഹറാമാണ്. രക്തത്തിലും മജ്ജയിലും മാംസയിലും അത് ചേർന്നാൽ നമ്മുടെ തഖ്വക്ക്, നമ്മുടെ ഇബാദത്തിന്, നമ്മുടെ ഖാത്തിമത്തിന് അത് മോശമാകും. തിന്നെന്ന് റെഡിയായിട്ടില്ലെങ്കിൽ പോകുന്നതും റെഡിയാകാൻ കഴിയൂല, ചെയ്യുന്ന അമലും നന്നാക്കാൻ കഴിയൂല. തിന്നുന്നത് ഹലാലായാലേ ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്യാൻ കഴിയൂ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. ഹലാലായത് ഭക്ഷിക്കണം, എന്നിട്ട് ഇബാദത്ത് ചെയ്യണം. മുർസലീങ്ങളോടും അല്ലാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്. യാ അയ്യുഹർ റസൂലു, ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ് മുർസലീങ്ങൾ. അവരോടും അല്ലാഹു പറഞ്ഞു യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നല്ലത് ഭക്ഷിച്ചിട്ട് നല്ലത് ചെയ്യൂ. നല്ലത് ഭക്ഷിച്ചാലേ നല്ലത് ചെയ്യാൻ പറ്റൂ. അറവ് അറിയുന്ന, അറക്കാൻ അറിയുന്ന ആള് അർത്താൽ മാത്രം പോരാ. മതിയോ? എന്താ നിങ്ങൾ ആരും പ്രതികരിക്കാത്ത? ഇങ്ങനെ ഞാൻ ബെൻഡില്ലേന്നു. അർക്കാൻ അറിയുന്ന ആള് മാത്രം അർത്താൻ മതിയോ? അറവ് അറിയുന്ന അന്നനാളും ശ്വാസനാളൊക്കെ ഞാൻ ചോദിക്കുമ്പോ ആൾക്കാർ മതി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വിഷയം പറയട്ടെ, ഇത് ആരും തലാട്ടത്ത്. അറവ് അറിയുന്ന ആള് മാത്രം അറുത്താൽ മതിയോ? പോരാ. എന്താ ഷർത്ത്? അറുക്കുന്ന ആള് ആരാകണം? മുസ്ലിം ആകണം. അറവ് അറിഞ്ഞാൽ മാത്രം പോരാ. അന്നനാളും ശ്വാസനാളും മുറിഞ്ഞിട്ടുണ്ട് എന്നായാലും പോരാ. ഒന്ന്. രണ്ടാമത്തത് ചില മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റൂല. നിസ്കാരം ഒഴിവാക്കുന്നവനാണോ ഈ അറുത്തു കൊടുക്കുന്നത്? തിന്നുന്നതിനനുസരിച്ച് നമ്മളെ രക്തത്തിൽ മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും, മക്കളിൽ മാറ്റം വരും. ആരാ അർത്ഥത വാങ്ങിക്കൊണ്ടുവന്നത്? പേരിൽ മുസ്ലിമാ, പേരുകൊണ്ട് റളിയല്ലാഹുവിനൊക്കെ ചെല്ലാൻ മാത്രം നീട്ടുണ്ട്, വലുപ്പുണ്ട്. പക്ഷെ താരിഖുസ്സലാണ്. ഒരു വക്ത് നിസ്കരിക്കും.